ഹലോ, വെൽക്കം ബാക്ക് ലൈലൂസ് ലൈഫ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഈ ഒരു പോക്ക്. എൻ്റെ നൈബറാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ ഒരുപാട് നല്ല ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്യാറ്റസ് ഫ്ലോ കാണാനാണ് പോകുന്നത്. പിന്നെ അതിന് ഭംഗിക്ക് പിന്നാലെ വലിയൊരു അപകടം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പല രാജ്യങ്ങളിലും നിരോധിച്ച ചെടിയാണ് കേരളത്തിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അതിൻ്റെ ഭംഗി കണ്ടാൽ ആരും ഒന്ന് നോക്കി പോകും. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്താൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കമ്പി കൊണ്ട് അടിച്ച് അതിൽ പടർത്തിക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇതാണ്, ഇവിടുത്തെ വിശേഷങ്ങളുമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ കേട്ടോ അത് നട്ടിട്ട്. ഇത് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ പൂടാൻ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ ഇവർ വേഗം 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടുകളും പൂമ്പാറ്റകളൊക്കെ വന്നിട്ട് ഇതിലിരിക്കണതൊക്കെ ആ കാഴ്ച കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് വണ്ടുകളും പൂമ്പാറ്റകളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, നല്ല ഒരുപാടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവരുടെ വീട്ടിൽ വേറെ ചെടികളും കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് റോസാപ്പൂവ്, ഇവർ ഒരുപാട് ചെടികളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ചെടികൾ ഇവരെ വീട്ടിലുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഓലച്ചെടികളും അതേപോലെ തന്നെ ഫ്ലവർ ഉള്ളതും, പിന്നെ അതേപോലെ തന്നെ ഈ ബോഗൺവില്ല, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കടലാസ് പൂ എന്നാണ് പറയല്. കടലാസ് ചെടി ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറുള്ളത് കേട്ടോ. പിന്നെ ഒരുപാട് ഇലച്ചെടികളുണ്ട്. ഇതിൻ്റെ പ്രത്യേക പേരുകളൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇവിടുത്തെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായി ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കൂടെ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.